ജയ്പൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. രാജസ്ഥാന്റെ ഹൃദയഭൂമിയിൽ തിരക്കുള്ള നഗരജീവിതത്തിനിടയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ദുരന്തം. ഒരു സാധാരണ കുടുംബം, പക്ഷെ അവിടെ നടന്നത് എല്ലാവരെയും നടുക്കിയ ഒരു കൊലപാതക കൃത. 51കാരിയായ സന്തോഷ്, കുടുംബത്തിനായി ജീവിച്ച ഒരമ്മ, 31കാരനായ മകൻ നവീൻ സിംഗ്, ഒരിക്കൽ ജെൻപാക് കമ്പനിയിൽ ജോലി ചെയ്ത ബിരുദധാരി. പക്ഷേ തൊഴിലില്ലായ്മയും മയക്കുമരുന്നിന്റെ അടിമത്വവും അവനെ ആകെ മാറ്റി. സന്തോഷ് ജീവിതം മുഴുവൻ തന്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഒരമ്മയാണ്. കുടുംബത്തെ ഒന്നിച്ചു പിടിച്ചു നിർത്താൻ അവളുടെ ഓരോ ദിവസവും ചെലവഴിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷ്മൺ സിംഗുമായി വിവാഹിതയായി. ജീവിതത്തിലെ സന്തോഷവും ദുഃഖവും പങ്കിട്ടുകൊണ്ട് അവരുടെ കുടുംബജീവിതം മുന്നേറി. 2 മക്കൾ. മകൻ നവീൻ, ഒരിക്കൽ പ്രതീക്ഷകൾ നിറച്ച ബിരുദധാരി. മകൾ മംഗൾ, കുടുംബത്തിന്റെ അഭിമാനവും ആശ്വാസവുമായിരുന്നു. മംഗളിന്റെ വിവാഹം അടുത്ത വർഷം നടക്കാനിരിക്കുകയായിരുന്നു. കുടുംബം മുഴുവനും ഒരുക്കങ്ങളിൽ മുഴുകിയിരുന്നു. വീട്ടിൽ പുഞ്ചിരികളുടെയും ചിരികളുടെയും നിറവുണ്ടായിരുന്നു. പുതിയ ജീവിതത്തിലേക്ക് മകളെ അയക്കാനുള്ള അമ്മയുടെ സ്വപ്നങ്ങൾ അവിടെ നിറഞ്ഞു. വീട്ടിലെ ചിലവുകൾ നോക്കി സ്വപ്നങ്ങൾ പണിയുകയും ഒരമ്മയായി ബാധ്യതകൾ ഏറ്റെടുക്കുകയും ചെയ്ത സന്തോഷിന്റെ മനസ്സ് കുടുംബത്തിന്റെ ഭാവി മാത്രം ചിന്തിച്ചുകൊണ്ടായിരുന്നു. പക്ഷെ സന്തോഷിന്റെ ഉള്ളിൽ ഒരു പേടി എപ്പോഴും ഉണ്ടായിരുന്നു. മകൻ നവീൻ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾക്കറിയാമായിരുന്നു. വീട്ടിലെ ആഹ്ലാദത്തിനിടയിലും ഒരമ്മയുടെ മനസ്സിൽ ഒരാശങ്കയുടെ കരിനിഴൽ നിലകൊണ്ടിരുന്നു. നവീൻ സിംഗ് ബാല്യത്തിൽ കഴിവും ബുദ്ധിയും നിറഞ്ഞ കുട്ടിയായിരുന്നു. വിദ്യാഭ്യാസത്തിൽ മിടുക്കൻ. കുടുംബം അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷകൾ വെച്ചിരുന്നു. ബിരുദം പൂർത്തിയാക്കി ജീവിതത്തിൽ നല്ലൊരു കരിയറിനായി മുന്നേറുകയായിരുന്നു. കുടുംബം മുഴുവൻ വിശ്വസിച്ചു നവീനാണ് വീട്ടിന്റെ ഭാവി. നവീൻ ജെൻപാക് എന്ന പ്രമുഖ കമ്പനിയിൽ ജോലി നേടി. ഒരു സ്ഥിരമായ വരുമാനം കുടുംബത്തിന് ആശ്വാസം നൽകി. ആ ദിവസങ്ങൾ കുടുംബത്തിൽ സന്തോഷം നിറച്ചിരുന്നു. ഒരമ്മയുടെ കണ്ണുകളിൽ അഭിമാനത്തിലെ പ്രകാശം തെളിഞ്ഞിരുന്നു. പക്ഷെ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. തൊഴിലിന്റെ സമ്മർദ്ദം, വ്യക്തിപരമായ പ്രശ്നങ്ങൾ. ഒടുവിൽ നവീൻ ജോലി റിസൈൻ ചെയ്തു. ഒരു തൊഴിലില്ലായ്മ ആ കുടുംബത്തിലേക്ക് ഇരുട്ട് കൊണ്ടുവന്നു. വീട്ടിലെ സാമ്പത്തിക സമ്മർദ്ദവും നവീന്റെ അനിശ്ചിത ഭാവിയും കുടുംബത്തിലെ സമാധാനം ഇടിഞ്ഞു വീഴാൻ തുടങ്ങി. അമ്മയുടെ മനസ്സിൽ ആശങ്കകൾ വർദ്ധിച്ചു. എന്റെ മകൻ വഴിമാറുകയാണോ എന്നൊരു ചോദ്യം അവളുടെ മനസ്സിൽ സ്ഥിരമായി മുഴങ്ങി തുടങ്ങി. ജോലി നഷ്ടപ്പെട്ടതിനു ശേഷം നവീനിന്റെ ജീവിതം ആകെ മാറി. ഒരു പ്രോമിസിംഗ് കരിയർ നഷ്ടപ്പെട്ടപ്പോൾ അവന്റെ മനസ്സിൽ നിറഞ്ഞത് നിരാശയും കോപവുമായിരുന്നു. ഒരിക്കൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ച യുവാവ് പിന്നീട് ഡിപ്രഷന്റെ ഇരയായി മാറി. വീട്ടുകാരോടുള്ള സംഭാഷണങ്ങൾ കുറയുകയും സുഹൃത്തുക്കളിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്തു. ഒരു മകൻ മാറുന്നത് നോക്കിക്കൊണ്ടിരുന്ന അമ്മയുടെ ഹൃദയം ഒരിക്കലും പറയാനാവാത്തൊരു വേദനയാൽ നിറഞ്ഞിരുന്നു. ഏകാന്തത മറക്കാൻ നവീൻ തിരഞ്ഞെടുത്ത വഴി മയക്കുമരുന്നായിരുന്നു. ആദ്യമൊക്കെ ചെറിയൊരു പരീക്ഷണം മാത്രമായിരുന്നു. പിന്നീട് അത് ജീവിതത്തിന്റെ ഭാഗമാക്കി. ഡ്രഗ്സ് അവനെ പൂർണ്ണമായും കീഴടക്കി. പണം തീർന്നപ്പോൾ കുടുംബത്തോട് ആവശ്യപ്പെടാൻ തുടങ്ങി. വീട്ടിലെ ചെറുതും വലുതുമായ കാര്യങ്ങൾ വഴക്കിലേക്ക് വഴിമാറി. അമ്മയുടെ സഹനപരിധി പലപ്പോഴും കൈവിട്ടുകൊണ്ടേയിരുന്നു. വീട്ടിലെ സമാധാനം നഷ്ടപ്പെട്ടു. ഒരു ചെറിയ പ്രശ്നം പോലും വലിയ വഴക്കിലേക്ക് വളരുന്നുണ്ടായിരുന്നു. മയക്കുമരുന്ന് നവീനെ ക്രമേണ അക്രമിയാക്കി മാറ്റി. എന്റെ മകൻ മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്ന് അച്ഛൻ ലക്ഷ്മൺ കണ്ണീരോടെ പറഞ്ഞു. ഇത് ഒരു ദിവസം ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന ഭയം എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അത് അമ്മയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുമെന്ന് കരുതിയില്ല. ഒരമ്മ മകനെ രക്ഷിക്കാനായി പൊരുതിക്കൊണ്ടിരുന്നെങ്കിലും ഒടുവിൽ ആ പോരാട്ടം അവളുടെ ജീവിതം തന്നെ കൊണ്ടുപോയി. പോലീസ് സംഭവ സ്ഥലത്തെത്തി. വിവരങ്ങൾ ശേഖരിച്ചു. അമ്മയുടെ മരണത്തിന് ശേഷം ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടു. വീട്ടിലെ വർത്തമാനവും നീണ്ടുനിന്ന കൗൺസിലിംഗ് ശ്രമങ്ങളും അന്വേഷണത്തിന് തുടക്കമായി. 31കാരനായ നവീൻ സിംഗ് ആണ് ക്രൂര കൊലപാതകത്തിന് കാരണക്കാരൻ എന്ന് കണ്ടെത്തിയതോടെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജോലി നഷ്ടവും മയക്കുമരുന്ന് ഉപയോഗവും ഡിപ്രഷനും അവനെ മാനസിക സമ്മർദ്ദത്തിലാഴ്ത്തി. ഇതൊക്കെ ചേർന്നപ്പോൾ ഒരു ദുർഭാഗ്യകരമായ സംഭവത്തിന്റെ ഫലമായി. പോലീസ് നവീൻ സിംഗിനെ ചോദ്യം ചെയ്തു. തെളിവുകളും ബന്ധുക്കളുടെ വിവരങ്ങളും ചേർന്നപ്പോൾ അവന്റെ കുറ്റം തെളിഞ്ഞു. ചോദ്യം ചെയ്യലിൽ നവീൻ പറഞ്ഞു, അമ്മയുമായി വൈഫൈ തർക്കമുണ്ടായപ്പോൾ കാര്യങ്ങൾ എന്റെ നിയന്ത്രണത്തിന് പുറത്തേക്ക് പോയി. പക്ഷേ ചെറിയ വാക്കുതർക്കത്തിലായിരുന്നു തുടക്കം.
നിയന്ത്രണം വിട്ടപ്പോൾ ഞാൻ അമ്മയെ കഴുത്ത് ഞെരിച്ചു. അതിനുശേഷം മരത്തടി കൊണ്ട് തലയിൽ പലതവണ അടിക്കുകയായിരുന്നു. യുവാക്കൾക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗം ക്രമേണ വർദ്ധിക്കുന്നു. ഇത് കുടുംബ ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. നവീന്റെ കേസിൽ ഡ്രഗ് അഡിക്ഷനും ഡിപ്രഷനും തൊഴിലില്ലായ്മയും ചേർന്ന് കുടുംബത്തിലെ സമാധാനത്തെ തകർത്തു. ഒരു പ്രോമിസിംഗ് കരിയർ നഷ്ടപ്പെട്ടപ്പോൾ ജീവിതത്തിൽ ലക്ഷ്യമില്ലായ്മ, ഡിപ്രഷൻ, സോഷ്യൽ ഐസൊലേഷൻ എല്ലാം കൂട്ടിയിണങ്ങി ദുരന്തത്തിന്റെ വഴിയൊരുക്കി. ടെക്നോളജി മിസ്യൂസ്, ഡ്രഗ് അബ്യൂസ്, അൺഎംപ്ലോയ്മെന്റ് എല്ലാം ചേർന്ന് ഒരു ചെറിയ സാങ്കേതിക തർക്കം പോലും ക്രൂരതയിലേക്ക് വന്നെത്താൻ കഴിയും എന്നതാണ് ഈ കേസിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. സാമൂഹ്യ ബോധവൽക്കരണം, മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ തടയാനുള്ള പ്രധാന മാർഗങ്ങളാണ്. ഒരു ചെറിയ ടെക്നോളജിക്കൽ ഡിസഗ്രിമെന്റ് ഒടുവിൽ ഒരു കുടുംബത്തിന്റെ സന്തോഷത്തെ ഇല്ലാതാക്കും. സാങ്കേതിക സൗകര്യങ്ങൾ ബന്ധങ്ങളെ അടുപ്പിക്കാനുള്ളതാണ്, പക്ഷെ തെറ്റായ വഴി സ്വീകരിച്ചാൽ അത് തന്നെ ബന്ധങ്ങളെ വേർപെടുത്താനും കുടുംബങ്ങളെ തകർക്കാനും ഇടയാക്കും. ഈ സംഭവത്തിന്റെ ദുഃഖകരമായ പാഠം എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ചെറിയ തർക്കങ്ങൾ പോലും അക്രമത്തിലേക്ക് കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ സമൂഹത്തിനെ നടുക്കിയ കുറ്റകൃത്യങ്ങളുടെ കഥകൾ കേൾക്കാനും സമൂഹത്തിൽ നടക്കുന്ന മറ്റു പല ക്രൈം സ്റ്റോറിയെ പറ്റി അറിയാനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.